ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 64 മുതൽ 66 വരെയുള്ള വാക്യങ്ങൾ. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ വായും നാവും തുറക്കപ്പെട്ടു. അദ്ദേഹം സംസാരിച്ചു, ദൈവത്തെ പുകഴ്ത്തി. അവരുടെ അയൽക്കാർക്കെല്ലാം വളരെ ഭയമുണ്ടായി. യഹൂദിയ മലനാട്ടിലെങ്ങും ഇത് സംഭാഷണ വിഷയമായി. കേട്ടവരെല്ലാം ഹൃദയത്തിൽ ചിന്തിച്ചു, ഈ പൈതൽ എന്തായിത്തീരും എന്ന് അവർ പറഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ഭാറിക്കുമോൾ. ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള മനുഷ്യാവതാരത്തിന് തൊട്ടു മുൻപ് ദൈവം നിശബ്ദനാക്കിയ ആ പുരോഹിതൻ ഇതാ ഇവിടെ സംസാരശക്തി തിരിച്ചു കിട്ടുന്ന ഈ ഒരു സന്തോഷത്തിൻ്റെ സമയത്തിലാണ് നമ്മൾ ഓരോരുത്തരും. ദൈവദൂതൻ്റെ വാക്കുകൾ അവിശ്വസിച്ച ആ വൃദ്ധനായ സക്കറിയ പുരോഹിതൻ തൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച വിധം കണ്ട് ദൈവദൂതൻ്റെ പ്രവചനം നിവൃത്തിയായ ഈ നിമിഷത്തിൽ തൻ്റെ വായും നാവും തുറക്കപ്പെടുന്നു. തനിക്ക് സംസാരശക്തി തിരിച്ചു കിട്ടുന്നു. ഒരുപക്ഷെ ആ വൃദ്ധനായ പുരോഹിതൻ തൻ്റെ മനസ്സിൽ ദൈവത്തിനുള്ള സ്തുതി ആയിരം കരയറ്റിക്കൊണ്ടിരുന്ന ഒരു സമയത്തായിരിക്കണം ആ ഹൃദയം കണ്ട് ദൈവം അദ്ദേഹത്തിൻ്റെ സ്തുതികൾ ജനവും കേൾക്കണം എന്നാഗ്രഹിച്ച് പുരോഹിതൻ്റെ സംസാരശക്തി തിരിച്ചു കൊടുക്കുന്നത്. നമ്മൾ അടുത്ത വാക്യത്തിൽ കാണുകയാണ്, അവിടെ കൂടിയിരുന്ന അയൽക്കാരും ബന്ധുക്കളും നാട്ടുകാരും ഭയപ്പെടുന്നു എന്ന്. അവർക്ക് വളരെ ഭയമുണ്ടാകുവാൻ എന്തായിരിക്കും കാരണം? അത് മറ്റൊന്നുമല്ല, തങ്ങൾ ഉള്ളത് ദൈവ സാന്നിധ്യം ഉള്ള ഒരു ഭവനത്തിലാണ്. ദൈവം പ്രവർത്തിക്കുന്ന ഒരു കുഞ്ഞിൻ്റെയും ഒരു പുരോഹിതൻ്റെയും ഒരു വൃദ്ധയായ അമ്മയുടെയും ഭവനത്തിലാണ് തങ്ങൾ ഉള്ളത് എന്ന ഒരു ബോധ്യം. നമുക്കുള്ള കുറഞ്ഞ സമയം അത് വൃഥാവാക്കാതെ അവൻ്റെ വിശുദ്ധ ബലികളിലും ആരാധനകളിലും നസ്രായൻ്റെ ജീവിതത്തിലെ പ്രധാന ദിവസങ്ങളിലെല്ലാം അവൻ്റെ ആലയത്തിൽ നമുക്ക് അവനെ കാണുവാനും അവനെ അനുഭവിക്കുവാനും അവനെ നമ്മളിലേക്ക് സ്വീകരിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ അദൃശ്യ ശക്തി അനുഭവിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനും അവിടെ ദൈവം പ്രവർത്തിക്കുന്ന സമയം ദൈവത്തിൽ നിന്നും നന്മ ലഭിക്കുവാനായി നമ്മളിൽ നന്മ പ്രചോദിപ്പിക്കുന്ന ദൈവഭക്തി, ദൈവഭയം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ഓരോരുത്തർക്കും ആഗ്രഹിക്കാം. ദൈവമേ, എൻ്റെ ബലഹീനതകളിലും എൻ്റെ പാപാവസ്ഥയിലും അവൻ്റെ മുൻപിൽ നിവർന്നു നിൽക്കുവാനുള്ള അയോഗ്യതകളിലും എന്നെ എൻ്റെ പാപാവസ്ഥയിൽ തള്ളിക്കളയാതെ പാപികളെ തന്നിലേക്ക് നസ്രായൻ്റെ മാറിലേക്ക് ചേർത്തവനായ ദാവീദുപുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഈ ദിനങ്ങളിൽ നമുക്ക് അവനിലുള്ള ഭക്തിയിൽ അവനോട് പ്രാർത്ഥിക്കാം. ആരായിത്തീരും ഈ പൈതലെന്ന് ആശ്ചര്യപ്പെടുന്ന ആ ആളുകൾ, ദൈവത്തിൻ്റെ കൈ അവനോട് കൂടെയുണ്ട് എന്നറിഞ്ഞ ആ ജനം, എന്നാൽ ആ ജനം അന്ന് അറിയുന്നില്ല ഈ പൈതൽ അവൻ്റെ സൃഷ്ടാവിന് വേണ്ടി വഴിയൊരുക്കുവാൻ പലവിധ സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുവാൻ വിധിക്കപ്പെട്ടവനാണ് എന്ന്. നമുക്കറിയാം, തടവറയിൽ അവൻ്റെ രാജ്യം ദൈവപുത്രൻ സ്ഥാപിക്കുന്നത് കാണുവാൻ വേണ്ടി ആഗ്രഹിച്ച് ഇരുന്ന ആ യോഹന്നാൻ സ്നാപകൻ എന്നാൽ ഒരു വാളാൽ തൻ്റെ തല ശിരച്ഛേദം ചെയ്യുവാൻ വിധിക്കപ്പെടുകയാണ്. അതെ, അവനിലേക്കുള്ള പാത, ദൈവത്തിങ്കിലേക്കുള്ള വഴി അതൊരിക്കലും ഒരുപക്ഷെ സുഗമമായിരിക്കുകയില്ല നമുക്കാർക്കും. നമ്മൾ കടന്നു പോകുന്ന സഹനങ്ങൾ അത് ദൈവമേ, നിന്നിലേക്കുള്ള ദൂരം കുറയ്ക്കുവാൻ എനിക്ക് ഇടയാകട്ടെ എന്ന് നമുക്ക് നമ്മുടെ വേദനകളിലും നമ്മുടെ പ്രയാസങ്ങളിലും നമ്മുടെ സഹനങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.